കാഞ്ഞങ്ങാട് ദേശീയ പൈതൃക ഇടനാഴി ഒരുങ്ങുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി മുതൽ മടിയൻ വരെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും ജന്മ കർമ്മഭൂമികളിലൂടെയുള്ള രാജപാതയെ പൈതൃക ഇടനാഴിയായി വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ മുന്നോടിയായി കാഞ്ഞങ്ങാട് MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. മഹാകവി P. കുഞ്ഞിരാമൻ നായർ, സ്വാതന്ത്ര്യ സമര സേനാനികളായ വിദ്വാൻ P. കേളുനായർ, AC കണ്ണൻ നായർ, രസിക ശിരോമണി K. മാധവൻ, വിദ്വാൻ KK നായർ, ലോക പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ എന്നിങ്ങനെ 7 പേരുടെ കർമ്മഭൂമിയാണിത്. പ്രകാശ ശബ്ദ വീചികകളായി അവർ ഇന്നും ഈ അതിയാമ്പൂർ വെള്ളിക്കോത്ത് പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു. 500ഓളം വർഷം പാരമ്പര്യമുള്ള ഇക്കേരിയൻ രാജവംശം നിർമ്മിച്ച ഹൊസ്ദുർഗ് കോട്ട, തെക്കേ അറ്റത്ത് അത്രത്തോളം തന്നെ പഴക്കമുള്ള അള്ളോന്റെ അള്ളട സ്വരൂപ ആസ്ഥാനമായ മടിയൻകൂലം, വടക്കേ അറ്റത്ത് ഇതിനിടയിൽ 7 കിലോമീറ്റർ നമ്മുടെ ചരിത്രവും പാരമ്പര്യവും ഈ ഇടനാഴിയിൽ ഉറങ്ങുന്നു. ഈ ഇടനാഴിയെ യാഥാർത്ഥ്യമാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 21-ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടത്തിയ മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ്. പദ്ധതി പ്രദേശം സന്ദർശിച്ച ഈ ചന്ദ്രശേഖരൻ MLA പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. പൈതൃക ഇടനാഴി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത്, അവിടെയാണ് നമ്മൾ ചെന്ന അല്ലെങ്കിൽ തുടക്കം കുറിക്കുക. അവിടെ നിന്ന് അത് ഈ കടന്നു വരുന്ന വഴികളാണ് കാരാട്ടുവയൽ, അതുപോലെ ദുർഗ സ്കൂളിന് മുമ്പിൽ, മേലാങ്കോട്ട്, അതിയാമ്പൂര്, കിഴക്കുംകര, പിന്നീട് അങ്ങോട്ട് വെള്ളിക്കോത്ത്, പിന്നെ മടിയൻ. ഈ കേന്ദ്രം ഏതാണ്ട് 7 കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കും ഈ പാത, ഈ ഇടനാഴി. ആ 10-15 മീറ്റർ വീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറഞ്ഞാൽ 7 മഹാരഥന്മാരായ ഈ മേഖല, ഈ പറയുന്ന 7 കിലോമീറ്ററിനകത്ത് ജീവിച്ചവർ, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണുള്ളത്, കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹം ഒഴികെയുള്ള മറ്റ്6 പേരും നമ്മളോടൊപ്പം ഇപ്പോൾ ഇല്ലാത്തവരാണ്. അവരെല്ലാം മഹാരഥന്മാരാണ്. നേരത്തെ പേരുകൾ സൂചിപ്പിച്ച് കഴിഞ്ഞു, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രധാനമായി വിദ്വാൻ P. കേളുനായർ, മഹാകവി P, അതുപോലെ തന്നെ വിദ്വാൻ KK നായർ, രസിക ശിരോമണി കോമൻ നായർ, AC കണ്ണൻ നായർ, K. മാധവൻ, കാനായി പറഞ്ഞല്ലോ, കാനായി ഉൾപ്പെടെയാണ്. ഇവരാണ് 7 പേർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വരും തലമുറക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവുന്ന ചരിത്രത്തെക്കുറിച്ച്, ഇന്നലെകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാതയായി ഇത് മാറണം, അല്ലെങ്കിൽ ഒരു പൈതൃക ഇടനാഴിയായി മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം 1926-ൽ വെള്ളിക്കോത്ത് വിദ്വാൻ P.യുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി AC കണ്ണൻ നായർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച വിജ്ഞാനദായിനി ശതാബ്ദി നിറവിലാണ്. മഹാത്മജിയുടെ നിർദ്ദേശപ്രകാരം ചോട്ടാലാൽ എന്ന വടക്കേ ഇന്ത്യക്കാരൻ വെള്ളിക്കോത്ത് വന്ന് താമസിച്ചത് 6 മാസത്തിലേറെയാണ്. വിജ്ഞാനദായിനിയെക്കുറിച്ച് പഠിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും ഇത്തരം സംഭവങ്ങൾ ഓർത്തെടുക്കുകയും അടുത്ത തലമുറയ്ക്ക് ചരിത്രബോധം നൽകുകയും ചെയ്യണം. ഇതിനാലാണ് സർക്കാർ മുന്നിട്ടിറങ്ങുന്നതെന്ന് MLA പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. സബീഷ്, കൗൺസിലർ VV രമേശൻ, ടൂറിസം വകുപ്പ് ഡെവലപ്മെന്റ് ഡയറക്ടർ MA നസീബ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K. സജിത് കുമാർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി AK ജിജേഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു. പദ്ധതി മുന്നോട്ട് വെച്ച സാമൂഹ്യ പ്രവർത്തകൻ K. പ്രസേനൻ പദ്ധതി വിശദീകരിച്ച് സംഘത്തെ അനുഗമിച്ചു. കാരാട്ടുവയലിൽ കാർഷിക പുനരുദ്ധാരണത്തോടൊപ്പം ചളിക്കളങ്ങളിലെ കായിക മാമാങ്കം, മേലാങ്കോട്ട് ഷേക്സ്പീരിയൻ നാടക സങ്കേതമായ വെലോഡ്രാം മാതൃകയിൽ നാടകശാല, പാർക്ക്, ചരിത്ര സങ്കേതമായ കലിഡസ്കോപ്പ് എന്നിവയുൾപ്പെടുന്ന സാംസ്കാരിക സമുച്ചയം, ചെറുകിട പാരമ്പര്യ കുടിൽ വ്യവസായങ്ങളുടെ നവീകരണം, പങ്കാളിത്ത നിർമ്മാണ വിപണനം മുൻനിർത്തി കുശവൻകുന്നിൽ മൺപാത്ര പ്രതിമ നിർമ്മാണശാല, മുച്ചിലോട്ട് ചാക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉൽപാദനം, തെയ്യം അണിയലം അക്കാദമി, കൈത്തറി പുനരുദ്ധാരണം, അടോട്ട് എന്നിവയടക്കം പഴവർഗത്തോട്ടവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്നിങ്ങനെ ഒട്ടേറെ നവീന ആശയങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പദ്ധതി നടപ്പിലായാൽ 1000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. വിനോദസഞ്ചാര വകുപ്പ് ഇത് സംബന്ധിച്ച് വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.